ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. അതിരമ്പുഴ സ്വദേശി ജൈനമ്മയെ കൊലപ്പെടുത്തിയ പ്രതി സെബാസ്റ്റ്യൻ സ്വർണം കൈക്കലാക്കിയെന്ന് പോലീസ്. കേസിലെ നിർണായക വിവരങ്ങൾ അറിയാമായിരുന്ന സെബാസ്റ്റ്യൻ സഹായിയായ ഓട്ടോ ഡ്രൈവർ മനോജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. പ്രതി സെബാസ്റ്റ്യനുമായി ഇന്ന് പള്ളിപ്പുറത്തെ വീട്ടിൽ തെളിവെടുപ്പ് നടക്കും. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത് അശ്വിൻ പാലാഴയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇനി തെളിവെടുപ്പ് നടക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് ചിലരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും പുരോഗമിക്കുന്നുണ്ടല്ലോ. കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. ഈ കേസിൽ ഇന്നലത്തെ തെളിവെടുപ്പിന് ശേഷം സെബാസ്റ്റ്യന്റെ ഈ സ്വഭാവത്തിൽ നിന്നും സംസാരത്തിൽ നിന്നുമൊക്കെ പോലീസിന് അന്വേഷണ സംഘത്തിന് മനസ്സിലായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2024 ഡിസംബർ 23 കോട്ടയം സ്വദേശിനിയായ ജൈനമ്മയെ കാണാതാവുന്നത്. ഈ കാണാതായ സമയത്ത് ജൈനമ്മ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ചേർത്തലയിലെ 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ, ഒരു സഹകരണ ബാങ്ക് അടക്കമുള്ള സ്ഥാപനങ്ങളിലായി ഈ സെബാസ്റ്റ്യൻ പണയം വെച്ചിരുന്നത്. അതിൻ്റെ വിവരങ്ങൾ ഇന്നലെ തന്നെ ശേഖരിച്ചിരുന്നു. ആ ശേഖരിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടെടുത്ത സ്വർണം അത് ജൈനമ്മയുടേതാണ് എന്നുള്ളൊരു സ്ഥിരീകരണം ഇന്നലെ ഉണ്ടായത്. പക്ഷേ അത് ഈ ഒരു സ്വർണ്ണ ഇടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചിരുന്ന സ്വർണം അവർ ഉരുക്കിയിരുന്നു. അതുകൊണ്ട് ഈ ജൈനമ്മയുടെ സ്വർണം തന്നെയാണോ അവിടെ നിന്ന് കണ്ടെടുത്തത് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. പക്ഷേ മറ്റ് സ്വർണ്ണാഭരണങ്ങളൊന്നും സെബാസ്റ്റ്യൻ അവിടെ പണയം വെച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ജൈനമ്മയുടെ തന്നെ എന്ന ഒരു സ്ഥിരീകരണമുണ്ട്. എന്തായാലും നിലവിൽ അത് ജൈനമ്മയുടേതാണ്, ജൈനമ്മ കാണാതായപ്പോൾ ധരിച്ചിരുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് പണയം വെച്ച തീയതികളാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ആദ്യത്തെ 25 ഗ്രാം സ്വർണം സെബാസ്റ്റ്യൻ പണയം വെച്ചത് 2024 ഡിസംബർ 23 വൈകുന്നേരമാണ്. അതായത് ഈ ജൈനമ്മയെ കാണാതായ ദിവസം വൈകുന്നേരം. രണ്ടാമത്തെ ഏകദേശമുള്ള 4 പവനോളം സ്വർണം പണയം വെച്ച് 2.5 പവനോളം സ്വർണം പണയം വെച്ചത് തൊട്ടടുത്ത ദിവസം ഡിസംബർ 24 രാവിലെയോടെയാണ്. അതായത് ജൈനമ്മയെ കാണാതായ ദിവസവും തൊട്ടടുത്ത ദിവസവുമായാണ് ഈ സ്വർണ്ണങ്ങൾ പണയം വെച്ചിരിക്കുന്നത്. പണയം വെക്കാൻ എത്തിയത് സെബാസ്റ്റ്യൻ നേരിട്ടല്ല. സെബാസ്റ്റ്യൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹായിയുമായിരുന്ന ഒരു ഓട്ടോ ഡ്രൈവർ മനോജ് ഉണ്ടായിരുന്നു. മനോജിൻ്റെ പക്കലാണ് ഈ സ്വർണം കൊടുത്തുവിട്ടത്. ഇത് പോലീസ് അറിഞ്ഞ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം മനോജിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു DYSP. ചോദ്യം ചെയ്തതിന് തൊട്ടടുത്ത ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മനോജിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വലിയ ദുരൂഹത ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ്. എന്തായാലും ഇന്ന് സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ അന്വേഷണ സംഘം സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് നടത്തും. ഏറ്റവും പ്രധാനമായി കണ്ടെത്തേണ്ടത് ഈ ശരീരാവശിഷ്ടങ്ങളുടെ ബാക്കി ഭാഗം എവിടെ എന്നുള്ളതാണ്. ഒരുപക്ഷേ ഈ സ്ഥലം കുഴിച്ചും വീടിനകത്തുമൊക്കെ പരിശോധന നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തായാലും കേസന്വേഷണത്തിൽ വളരെ നിർണായകമായ ദിവസമാണ് ഇന്ന്. ക്രിസ്റ്റീന. അശ്വിനെ, ഒപ്പം തന്നെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഇനി കൂടുതൽ കിട്ടാനുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ പ്രാഥമികമായ തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ടെങ്കിലും ഇത് ദൃഢമായി ഉറപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്? കൃഷ്ണ, ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി സെബാസ്റ്റ്യൻ്റെ പ്രായം തന്നെയാണ്. 68 വയസ്സുണ്ട്. ചോദ്യം ചെയ്യലിനോട് ആദ്യഘട്ടത്തിൽ സഹകരിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് കുറച്ചെങ്കിലും കാര്യങ്ങൾ വിട്ടുപറയാൻ തുടങ്ങിയത്. പോലീസിന് ഒരു പരിധിക്കപ്പുറത്തേക്ക് സമ്മർദ്ദം ചൊലുത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം പ്രായമുണ്ട്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ അത് പോലീസിനെ സംബന്ധിച്ച് അവർക്ക് പ്രതിസന്ധിയാണ്. അതുകൊണ്ട് വളരെ മയത്തിലാണ് ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്നതും. അതുകൊണ്ട് ഇനിയിപ്പോൾ 5 ദിവസം കൂടി മാത്രമാണ് കസ്റ്റഡി കാലാവധിയുള്ളത്. അതിനുള്ളിൽ പരമാവധി കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഒപ്പം ഈ വീട്ടുവളപ്പിൽ നിന്ന് കഴിഞ്ഞ 28-ാം തീയതി കണ്ടെടുത്ത ശരീരാവശിഷ്ടങ്ങളുണ്ട്. അതിൽ ഒരു മനുഷ്യ അസ്ഥികൂടത്തിൻ്റെ തലയോട്ടിയുടെ പകുതി ഭാഗവും മറ്റൊന്ന് കാലുകളുടെ ചില ഭാഗങ്ങളും മാത്രമാണ് കണ്ടെത്താനായത്. ബാക്കി ശരീരാവശിഷ്ടങ്ങൾ എവിടെ വെച്ചാണ് ഈ ശരീരം മറവ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഈ കണ്ടെടുത്ത സ്ഥലത്ത് അവിടെ കുഴിച്ചിട്ട് അവിടെ കത്തിച്ച രീതിയിലല്ല കണ്ടെത്തിയിരിക്കുന്നത്. മറ്റെവിടെയോ കത്തിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങൾ, ഈ എല്ലുകളടക്കമുള്ള സാധനങ്ങൾ അത് ഈ വീട്ടുവളപ്പിൽ കൊണ്ടുപോയിട്ട് വെറും ഈ ചപ്പുചവറുകൾക്കിടയിൽ നിക്ഷേപിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഏറ്റവും പ്രധാനമായി കണ്ടെത്തേണ്ടത് എവിടെ വെച്ചാണ് ഈ കൊലപാതകം നടത്തിയത്, എവിടെയാണ് ഈ ശരീരം കത്തിക്കാൻ എടുത്ത സ്ഥലം എവിടെയാണ്, ഇതൊക്കെ ഇനിയും കണ്ടെത്താനുണ്ട്. സെബാസ്റ്റ്യൻ്റെ സ്വീകരണ മുറിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയിരുന്നത് മനുഷ്യൻ്റേതാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ആരുടേതാണ് എന്നുള്ള ഫലം ഇനി വരാനുണ്ട്. ഒപ്പം കണ്ടെത്തിയ അസ്ഥി അതാരുടേതാണ് എന്നുള്ളതിൻ്റെ DNA പരിശോധനാ ഫലം അടുത്ത ബുധനാഴ്ചയോടുകൂടി ലഭിക്കുകയും ചെയ്യും. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.